അപ്പൊ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്താണ്. അപ്പൊ അതിനോട് തുടർച്ചയായിട്ട് വരുന്നൊരു വീഡിയോ തന്നെയാണ് കോൺവെർസേഷണൽ കോമേഴ്സ് എന്താണുള്ളത്. കാരണം അതിനോടനുബന്ധിച്ച് പറയേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കോൺവെർസേഷണൽ കൊമേഴ്സിൽ വരുന്നത്. ഒന്നുമില്ല, മെസ്സേജിങ് ആപ്പുകൾ അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ ചാനൽസിനെല്ലാം നമ്മൾ ഒരു സപ്പോസ് നമുക്ക് ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ മെസ്സേജിങ് ആപ്പുകൾ, വോയിസ് അസിസ്റ്റൻസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്യാദി സംഭവങ്ങളെല്ലാം നമ്മൾ ഒരു ബൈങ് പ്രോസസ്സിലേക്ക്, കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പ്രോസസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫെസിലിറ്റേറ്റ് ആൻഡ് എൻഹാൻസ് കൊമേഴ്സ്, ആ ഒരു വ്യാപാരം അല്ലെങ്കിൽ ആ ഒരു വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട്. സപ്പോസ് നമുക്ക് എല്ലാവരും ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് എല്ലാ മീഡിയാസും ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാം. അപ്പൊ അതിലൂടെ എല്ലാം കുറെ എൻക്വയറീസും കുറെ സെയിലുകളൊക്കെ വരുന്നുണ്ടാവാം. പക്ഷെ അത് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ഹെക്ടിക് ടാസ്ക് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുക. അതില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, നമ്മുടെ മെസ്സേജിങ് ആപ്പുകൾ, ഇതെല്ലാം നമ്മൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇറ്റ് കമ്പൈൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് വിത്ത് ഇ കൊമേഴ്സ്. ഇത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇ കൊമേഴ്സ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇ കൊമേഴ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും, ഇപ്പോ D2C ബ്രാൻഡ് ആണെങ്കിൽ അതുപോലുള്ള എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇ കൊമേഴ്സ് അല്ല B2B ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഏത് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും കുറെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. കോച്ചിങ് ബിസിനസ് ആണെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാം. നമുക്ക് ആ ഒരു ആളുകള് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാല് റിയൽ ടൈം ഒരു കോൺവെർസേഷൻ നടത്തുന്നു, റിയൽ ടൈം ആയിട്ടുള്ള അവരെ കാര്യങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഒരു ആ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അതിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അത് വാങ്ങാനുള്ള പേയ്മെന്റ് ലിങ്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോ ആ രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലൂടെ പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ പറയാനുള്ളത് ഒന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ സപ്പോസ് എല്ലാ പ്രൊഡക്റ്റും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവരോട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുക. എനിക്ക് ഈ ഒരു സപ്പോസ് എനിക്ക് ഈ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ആണ് വേണ്ടതെന്ന് പറയാം. അല്ലാതെ ജസ്റ്റ് അവർക്ക് ക്ലിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നോക്കുക. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുന്നു. അപ്പൊ ഇനിയിപ്പോ അതിനോട് കൂടെ നമുക്കൊരു എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അപ്സെൽ ചെയ്ത് കൊടുക്കാന്ന് അതുകൂടി കൊടുക്കാൻ പറ്റും. ഇനി അത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ കുറച്ച് സമയത്തിന് ശേഷം അവരെ വീണ്ടും റിമൈൻഡ് ചെയ്യുന്ന രൂപത്തിലാക്കാം. ആ ഒരു സെയിൽസ് ഫണലിൽ അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതില് റിയൽ ടൈം അസിസ്റ്റൻസ് ആണ് പിന്നെ വരുന്നത്. അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ട്രാൻസാക്ഷൻ, സീംലെസ് ട്രാൻസാക്ഷൻ, ഇത് എല്ലാ ഈ ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കാരണം സീംലെസ് ട്രാൻസാക്ഷൻ, ഒരു തടസ്സമില്ലാത്ത ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. പിന്നെ അതുപോലെ ചാറ്റ് ബോട്ടുകൾ AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കസ്റ്റമർ എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യാനും ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യാനെല്ലാം പറ്റും. ഒരു 24 hours വർക്ക് ചെയ്യുന്ന രൂപത്തിൽ. കാരണം കുറെ ഇപ്പൊ ഒരു 100 എൻക്വയറി അല്ലെങ്കിൽ കുറെ എൻക്വയറി വരുന്നുണ്ടാവും. അതിൽ എല്ലാതൊന്നും സെയിൽസിന് ആയിട്ട് ആവില്ല. നമ്മളവിടെ ക്വാളിഫൈ ചെയ്താലേ അത് സെയിൽസിലേക്ക് എത്തുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഈ സിസ്റ്റംസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ചാനലിലൂടെ എൻഗേജ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് വാട്സപ്പിലൂടെ, ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചറിലൂടെ, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ, ടെലഗ്രാമിൽ, ഇതിലൂടെ എല്ലാം നമ്മൾ ഈ സംഭവം പിന്നെ എൻഗേജ് ചെയ്ത് അല്ലെങ്കിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിലൂടെ കസ്റ്റമറുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് അത് സെയിൽസിലേക്ക് എത്തിക്കുന്ന രൂപം. അപ്പോ ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നതാണ് ഈ ഷോപ്പിംഗ് പ്രോസസ്സ് സ്ട്രീം ലൈൻ ചെയ്യുക, കുറക്കുക. പിന്നെ കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ എൻഗേജിങ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക. അതുപോലെ ഇത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു അല്ലെങ്കിൽ കൂടിയൊരു സെയിൽസിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൂടും, അതുപോലെ ഒരു ട്രസ്റ്റും ആ ലോയൽറ്റിയും കൂടാനും കാരണമാണ്. ഇപ്പൊ സപ്പോസ് ഞാനൊരു ആഡ് കണ്ടിരുന്നു, പ്രൊഡക്റ്റ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല.
അവര് ഒരു കൺസൾട്ടിങ് മോഡലിലാണ് ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. വാട്സപ്പിലൂടെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഏതാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവർക്ക് കുറച്ചധികം ഒരു 10, 30, 40ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. ആ ഒരു സപ്പോസ് സിറോണ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഒരു വിമൻ ഹൈജീനിക് പ്രൊഡക്റ്റിന്റെ ഒരു കമ്പനിയാണ്. അപ്പോ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു ചാറ്റിലൂടെ അവര് റെക്കമെൻഡ് ചെയ്ത് തരാണ്. അത് വാങ്ങാനുള്ള ലിങ്കും അല്ലെങ്കിൽ അവരുടെ കാറ്റലോഗും കാര്യങ്ങളും ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ വേറെ ആളെന്തെങ്കിലും പ്രശ്നം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു രൂപത്തിലുള്ള മെസ്സേജും അല്ലെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പോവുക. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് കൂട്ടും, ലോയൽറ്റി കൂട്ടും, സ്വാഭാവികമായിട്ടും സെയിൽസും കൂട്ടും. അപ്പൊ ഇത്രയാണ് കോൺവെർസേഷൻ കൊമേഴ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് എന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. വെബിനാറുകളും മറ്റുള്ള സംഭവങ്ങളും എല്ലാം നമ്മൾ നടത്താറുണ്ട്. കൂടുതൽ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുക. താങ്ക് യു സോ മച്ച്.